ഈ കാണുന്ന ഒരൊറ്റ ഒരു മാവിൽ നമുക്ക് 5 തരം ബജ്ജികൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 5 മിനിറ്റിൽ നമുക്ക് പാത്രം നിറയെ ബജ്ജി ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഒരു ട്രിക്ക് വന്നിട്ട് ഇതുപോലെ നിങ്ങൾ മാവ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ബജ്ജി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് മുളക് ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് മുളക് ബജ്ജി ഉണ്ടാക്കി നോക്ക്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് സ്നാക്കാണ്, 5 തരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബജ്ജി മുളകാണ് കേട്ടോ, നമുക്ക് എല്ലാ പച്ചക്കറി കടയിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ബജ്ജി മുളക് നമുക്ക് എരിവുണ്ടാകും. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ എരിവ് ഇല്ലാത്ത രീതിയിൽ, ഒട്ടും തന്നെ എരിവില്ലാത്ത രീതിയിൽ ബജ്ജി മുളക് കഴിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ഒരു അറ്റം ഭാഗം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള അരി ഉണ്ടല്ലോ, ഈ അരിയെല്ലാം തന്നെ നമുക്കൊന്ന് കൊട്ടി കളഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ പുകയത്തില്ല. കുട്ടികൾക്ക് പോലും ധൈര്യമായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും, കുട്ടികൾക്ക് കഴിക്കുകയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണുന്ന ബജ്ജിയുടെ എല്ലാത്തിൻ്റെയും അരി ഞാൻ ഫുള്ളായിട്ടൊന്ന് കൊട്ടി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മുളകൊന്ന് കഴുകിയെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് നമ്മൾ കടലമാവ് ഉണ്ടല്ലോ, കടലമാവ് എടുക്കാം. അതേ ഗ്ലാസ്സിൽ തന്നെ അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ്സോളം വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ അപ്പം പുട്ടിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി, അത് അതേ ഗ്ലാസ്സിൽ തന്നെ സെയിം അളവിൽ എടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, ഗ്രാമ്പു ഏലക്ക പട്ട പൊടിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ ബജ്ജിക്ക് നല്ല രുചിയായിരിക്കും. അപ്പോൾ ഈ ഒരു പേസ്റ്റ് ഇതുപോലെ നമ്മൾ ആ ഒരു മാവിലേക്ക് ഒന്ന് കൊട്ടാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കുറച്ച് വീതം വെള്ളം എടുത്തിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റിൽ തന്നെ ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത് കേട്ടോ. നമ്മൾ കുറച്ച് വീതം വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് വേണം ഇതുപോലെ കട്ടയില്ലാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതുകൊണ്ടല്ലേ നല്ല നൈസായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ ചില കുട്ടികൾ പറഞ്ഞേക്കാം ബജ്ജിയിൽ നമ്മൾ മുക്കി കഴിയുമ്പോൾ ബജ്ജി മുളക് നമ്മൾ കോട്ടിങ് പിടിക്കത്തില്ല. അപ്പോൾ കോട്ടിങ് പിടിക്കാതിരിക്കാനായിട്ട് കാരണം വേറെ ഒന്നല്ല, നിങ്ങൾ ഒരുപാട് ലൂസാക്കി കുഴച്ച് വെച്ചിട്ടാണ്. അപ്പം ഈ ഒരു പരുവത്തിലാണ് നിങ്ങൾ മാവ് കുഴയ്ക്കുന്നതെങ്കിൽ കണ്ടില്ലേ, ഇതേ രീതിയിൽ തന്നെ നല്ല കോട്ടിങ് പിടിക്കും കേട്ടോ. അത് കണ്ടില്ലേ, ഇതുപോലെ ഫുൾ കോട്ടിങ് പിടിച്ചിട്ട് വേണം നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ബജ്ജി ഇനി ഉണ്ടാക്കുമ്പം ശരിയായില്ലെന്ന് ഇനി ആരും പറയരുത്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ബജ്ജി കഴിക്കാം കേട്ടോ. അപ്പം ഈ ഒരു ബജ്ജി നമ്മൾ ഇങ്ങനെ എടുക്കുമ്പം ഒരുപാട് എണ്ണ വേണം. അപ്പോൾ ഒരുപാട് എണ്ണ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ബജ്ജി മുളക് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുളക് ഇതുപോലെ നെടുക ഇങ്ങനെ വാല് വരെ ഇതുണ്ടല്ലോ, ഈ ഒരു അറ്റം വരെ നമുക്ക് കീറി കൊടുക്കാം. ഇങ്ങനെ കീറി കൊടുത്തിട്ടാണ് നിങ്ങൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യം വരത്തില്ല കേട്ടോ. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബജ്ജി നല്ല ക്രിസ്പാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി തിന്നുന്നില്ലേ, അതേ രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വയറ് നിറയെ ബജ്ജി, നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരു കുഞ്ഞ് ബജ്ജി വാങ്ങി കഴിക്കണേ നല്ല വിലയല്ലേ, അപ്പോൾ അത്രയും വില ഇല്ലാത്ത രീതിയിൽ പാത്രം നിറയെ നമുക്ക് ബജ്ജി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് മുറിച്ച് വെച്ച മുളകാണ്. അപ്പോൾ ഈ ഒരു മുറിച്ച് വെച്ചത് കണ്ടില്ലേ, എണ്ണയിൽ മുങ്ങി കിടന്നോളും. അപ്പോൾ മുറിച്ച് വെച്ച് പൊരിക്കുവാണെങ്കിൽ നല്ല ക്രിസ്പായിട്ട് അതും കിട്ടും, എണ്ണയുടെ ആവശ്യം അധികം ചിലവ് വരത്തില്ല കേട്ടോ. ഇനി നമുക്ക് ഇതേ മാവിൽ തന്നെ മുട്ട ബജ്ജി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ട ഞാനിപ്പോൾ ഇതുപോലെ പുഴുങ്ങിയെടുത്തായിരുന്നു കേട്ടോ. ഈ പുഴുങ്ങിയെടുത്ത മുട്ട നമുക്ക് ഇതുപോലെ നെടുക കീറി കൊടുക്കാം. കടയിൽ നിന്ന് മുട്ട ബജ്ജി വാങ്ങി കഴിക്കത്തില്ലേ, അതേ സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇതുപോലെ നമുക്കൊന്ന് തവി വെച്ച് കോട്ടിങ് ഫുള്ളായിട്ടൊന്ന് കോരി കൊടുത്തിട്ട് നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഒരു മുട്ട ബജ്ജിയും കൂടെ റെഡി ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മുളക് ബജ്ജിയും മുട്ട ബജ്ജിയും ഒരുമിച്ച് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ബജ്ജി തയ്യാറാക്കാനുള്ള എൻ്റെ ഇത് കാണിച്ചു തരാം കേട്ടോ. മുട്ട ബജ്ജിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ മുട്ട കഴിക്കാത്ത കുട്ടികളും മുട്ടയൊക്കെ വാങ്ങി കഴിച്ചോളൂ കേട്ടോ. കാരണം മുട്ട തീർന്ന അറിയത്തില്ല, ഇതുപോലെ മുട്ട ബജ്ജി ഉണ്ടാക്കി നോക്കട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ബജ്ജിയാണ് കിഴങ്ങ് വെച്ചിട്ടാണ് ബജ്ജി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കിഴങ്ങ് നമ്മൾ ഒരെണ്ണം ഞാനിപ്പോൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തൊലി കളഞ്ഞെടുത്തേക്കുന്ന കിഴങ്ങുണ്ടല്ലോ, നമുക്കത് ഇതുപോലെ നെടുക വട്ടത്തിൽ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണ് ബജ്ജി ഉണ്ടാക്കാൻ എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം കൂടി വന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് വട്ടം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാവിലേക്ക് ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി കൂട്ടി ഇളക്കി ഇന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് അതുപോലെ തന്നെ ഇന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളങ്ങനെ ഒരു 3-4 എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാടൊന്നും വാരി കോരിട്ട് കൊടുക്കണ്ട കേട്ടോ. പുറം നല്ല ക്രിസ്പായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ കിഴങ്ങൊക്കെ നല്ല പഞ്ഞി പോലെ ഇന്ന് നമ്മൾ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് മാവിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ച് കോരിയെടുക്കാവുന്നുള്ളൂ. വിരുന്നാരൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കിഴങ്ങ് ഇരിപ്പുണ്ടെങ്കിൽ ഓടിപ്പോയി ഉണ്ടാക്കി എടുത്ത് നോക്കിയപ്പോൾ ചായക്കടയിൽ പോയിട്ട് നമ്മൾ ബജ്ജി വാങ്ങുന്ന അത്രയും ടൈം വേണ്ടല്ലോ, സിമ്പിളല്ലേ. നമുക്ക് മാവ് ഉണ്ടാക്കുക, മുക്കുക, പൊരിച്ച് കോരുന്ന ആ ഒരു
ഇത് പാടുള്ളൂ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ വഴുതനങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വഴുതനങ്ങ മാത്രമല്ല കത്രിക്കയും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എടുക്കാം. മുളക് ബജിയുടെ അതേ ഫ്ലേവർ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ കത്രിക്ക വെച്ചിട്ട് ഉണ്ടാക്കിയെന്ന് തോന്നത്തില്ല കേട്ടോ. ഇതുപോലെ വഴുതനങ്ങ നമുക്കൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നെടുകത് ഇതുപോലെ ഒന്ന് വട്ടം മുറിച്ചിട്ട് ഇതുപോലെ നീളത്തിൽ നല്ല കനം കുറച്ച് കട്ടി കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് മാവിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ. ഇനി ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതിങ്ങനെ നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് അങ്ങോട്ട് പൊരിച്ച് കോരിയെടുക്കാം. ഇതിങ്ങനെ പൊരിച്ച് കോരിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ല ഇത് നമ്മൾ കത്രിക്കയും വഴുതനങ്ങയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണെന്ന് പോലും പറയത്തില്ല കേട്ടോ. നല്ല ശരിക്കും മുളക് ബജിയുടെ അതേ ഫ്ലേവർ തന്നെയായിരിക്കും. ബജി മാവ് മുക്കി പൊരിച്ചതായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഒന്നുമില്ല ഉണ്ടാക്കാനെന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഏത്തക്കായ വെച്ചിട്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പൊരിച്ച് കോരിയെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പാട്ടോ ഇതിൻ്റെ. ഇനി നമുക്ക് ബാക്കി ഒരു നുള്ള മാവ് കൂടി ഉണ്ട്. എന്നാൽ പിന്നെ സവാള അങ്ങോട്ട് വെച്ചിട്ട് അങ്ങ് ഉണ്ടാക്കി കാണിക്കാമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഞാനിപ്പോൾ ഒരു സവാള ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കുഞ്ഞിതായിട്ടൊന്ന് കുനുവിന ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കുനുവിന അരിഞ്ഞെടുത്തിട്ട് നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് കൂട്ടി ഇളക്കി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വന്നേക്കുന്ന ഒരു നുള്ള മാവുണ്ടല്ലോ അതിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് ഉള്ളിവട വാങ്ങിച്ച് കഴിക്കത്തില്ല, ഉള്ളി ബജി, അതിൻ്റെ അതേ ഫ്ലേവർ ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉള്ളി നല്ലതല്ല, നമുക്ക് ശരീരത്തിന് ബ്ലഡ് ഉണ്ടാവാനൊക്കെ ആയിട്ട് നല്ലതല്ല. അപ്പം ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കട്ടോ. അപ്പം വൈകുന്നേരം ഒന്നും ഉണ്ടാക്കാനാ ഇല്ല എന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് മാവ് ഇതുപോലെ ഉണ്ടാക്കി മുക്കി അങ്ങ് പൊരിച്ച് കോരിക്കോട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിലാണെങ്കിൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ കേട്ടോ. ബൈ.